കേപ്പിട്ടേക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴത്തെ ഈ ചൂടിന്റെ അനുസരിച്ച് ഇതുപോലെ പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ കയ്യിലിരിക്കേണ്ട ഒരു അവസ്ഥയെ എന്തായാലും കൈക്ക് ഒരു എക്സസൈസ് ആവും, കാറ്റും കിട്ടും. നമുക്കൊക്കെ എല്ലാവർക്കും ഈ റൂം കൂളറിനെ പറ്റി അറിയാവുന്നതാണ്. റൂമിന് പുറത്ത് ഫിറ്റ് ചെയ്യുന്ന സൈസ് കൂളറല്ല, റൂമിന് അകത്ത് വെക്കുന്ന സൈസ് കൂളറാണ്. ആ റൂമിനകത്ത് വെക്കുന്ന കൂളർ അത് നമുക്ക് റൂമിന് പുറത്ത് ഫിറ്റ് ചെയ്യുന്ന സക്സസ് ആയിട്ട് ഫിറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കിച്ചണിലെ പുകയും ചൂടും എല്ലാം പുറത്ത് കളയാൻ ഉപയോഗിക്കുന്ന ഒരു എക്സസ് ഫാനാണ് ഇവിടെ നിങ്ങൾ ഈ ജനലിൽ കാണുന്നത്. പുറത്തു നിന്നുള്ള കാറ്റ് നമുക്ക് റൂമിനുള്ളിലോട്ട് കിട്ടത്തക്ക രീതിയിലാണ് ഈ എക്സസ് ഫാൻ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇങ്ങനെ ഫിറ്റ് ചെയ്തതിന് കാരണം ഈ എക്സസ് ഫാനിന് ബാക്ക് സൈഡിലായിട്ട്, അതായത് വെളിയിലായിട്ട്, റൂമിന് വെളിയിലായിട്ട് നമ്മളൊരു റൂം കൂളർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റൂം കൂളറിന്റെ ഫ്രണ്ട് സൈഡിലാണ് നിങ്ങൾ ഇപ്പോൾ കണ്ട എക്സസ് ഫാൻ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരുപാട് പഴയ ഒരു റൂം കൂളർ ആയതുകൊണ്ട് തന്നെ ഇതിൽ നല്ല തണുപ്പും കാര്യങ്ങളും കിട്ടാത്ത കാരണമാണ് ഇങ്ങനെ ഒരു പുറത്ത് വെക്കാനുള്ള ചിന്താഗതി വന്നത്. ഇനി കൂളറിന്റെ ബാക്ക് കവർ ഒന്ന് ഊരിയതിനു ശേഷം അകത്തുള്ള ഫിറ്റിംഗ് ഏത് തരത്തിലാണ്, ഇതിന്റെ കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്ത് ഇത് ഏത് തരത്തിലാണ് ഇതിന്റെ ഫിറ്റിംഗ് ചെയ്തതെന്നൊന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ ഈ കൂളറിൽ ഉണ്ടായിരുന്ന ഫാൻ അത് അഴിച്ചു മാറ്റിയിട്ട് അതിന്റെ ഫ്രണ്ട് സൈഡിലായിട്ട്, കൂളറിന്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു ഹോൾ ഇടുകയാണ് ആദ്യമേ ചെയ്തത്. ഇങ്ങനെ നമ്മൾ ഹോൾ ഇട്ടതിന് ശേഷം എക്സസ് ഫാനിന്റെ മോട്ടോർ ഭാഗം, ബാക്ക് സൈഡ് ആയിട്ടുള്ള മോട്ടോർ ഭാഗം അത് കൂളറിനുള്ളിൽ വരത്തക്ക ഉണക്ക് ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ മോട്ടോർ ഭാഗം കവർ ചെയ്ത് കൊടുത്തു. അതായത് വെള്ളമൊക്കെ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ മോട്ടറിന് കുഴപ്പം വരാതിരിക്കാൻ വേണ്ടിയാണ് കവർ ചെയ്ത് കൊടുത്തത്. ഈ എക്സോസ് ഫാനിന്റെ മോട്ടറിന്റെ വലുപ്പത്തെക്കാട്ടിലും സ്വല്പം കൂടി വലിയൊരു ഹോളാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂളറിലെ നല്ല തണുത്ത കാറ്റ് നമ്മുടെ റൂമിനുള്ളിലേക്ക് വലിച്ചെടുത്ത് തരാൻ വേണ്ടിയാണ് സ്വല്പം കൂടി വലിയ ഹോൾ ഇട്ടിരിക്കുന്നത്. ഈ മോട്ടറിന് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും വെള്ളം വീഴാത്ത രീതിയിൽ ഇച്ചിരി ഡിസ്റ്റൻസിൽ വേണം നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട്. ഇനി നമ്മുടെ ഈ കൂളർ വർക്ക് ആവുമ്പോൾ തന്നെ നമ്മുടെ ഈ എക്സോസ് ഫാനും വർക്ക് ആവണം. അതിനുവേണ്ടി നമുക്ക് കൂളറിനുള്ളിൽ ആദ്യമേ ഉണ്ടായിരുന്ന ഫാൻ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന 2 വയറുകൾ, ആ വയറുകൾ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. അത് ഇതേ രീതിയിൽ നമുക്ക് എക്സോസ് ഫാനും കൂളറുമായിട്ട് കണക്ട് ചെയ്യാം. ഇതിങ്ങനെ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സോസ് ഫാനും കൂളറും നമ്മൾ സെപ്പറേറ്റ് മാറ്റണമെങ്കിൽ അത് മാറ്റാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇത് ഓൺ ചെയ്ത് നോക്കിയിട്ട് ഒരേ ടൈമിലെല്ലാം വർക്ക് ആവുന്നുണ്ടോയെന്നൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ആവുന്ന മാതിരി നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇനി കൂളിംഗ് ആണ് നമുക്ക് നോക്കേണ്ടത്, അതാണ് ഇനി ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മളിവിടെ കവറെല്ലാം ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഈ കൂളർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം പോകുന്നത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ശരിക്കും കാണാനായിട്ട് സാധിക്കും. നമുക്ക് മുകളിലത്തെ അടപ്പൊന്ന് തുറന്നു നോക്കിയാൽ വെള്ളം ശരിക്കും പമ്പ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. വെള്ളം കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പമ്പ് ചെയ്ത് മുകളിലോട്ട് വരികയും ഇത് താഴോട്ട് ഒഴുകി പോവുകയും വീണ്ടും മേളിലോട്ട് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് റൊട്ടേറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വെള്ളത്തിന്റെ റൊട്ടേഷൻ ആ പുല്ലുവഴി എല്ലാം നടക്കുമ്പോൾ ഈ വെള്ളമെല്ലാം തണുത്ത വെള്ളമായി മാറുന്നതോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ തണുത്ത കാറ്റിനെ നമ്മുടെ എക്സോസ് ഫാൻ റൂമിനുള്ളിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു എക്സോസ് ഫാനിന്റെ സഹായത്തോടെ നമ്മൾ റൂം കൂളർ ഫിറ്റ് ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് റൂമിനുള്ളിൽ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലെ ഒരു എക്സോസ് ഫാനിനോടൊപ്പം നമുക്കൊരു വാട്ടർ ക്യാന്, ഒരു വാട്ടർ പമ്പ്, അല്ലറ ചില്ലറ സാധനം കൂടി ഉണ്ടായാൽ നമുക്ക് ഇതുപോലെ പുറത്ത് വെക്കത്തക്ക രീതിയിൽ ഒരു കൂളർ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിട. നന്ദി, നമസ്കാരം.